ഹായ് ഡിയേഴ്സ്, ഞാനൊരു പ്ലേറ്റിൽ ഇതാ ഒരു സംഭവമുണ്ടല്ലോ. ഇത് എൻ്റെ ഇന്നത്തെ ചായക്കടിയാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരിയുന്നുണ്ടോ? എന്താണ് നമ്മുടെ തലശ്ശേരിയുടെ മാത്രം വിഭവം. പണ്ടേന്ന് പറഞ്ഞ പോലെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പഞ്ചാരപ്പാറ്റ. കേട്ടിട്ട് നിങ്ങൾ ഈ പഞ്ചാരപ്പാറ്റ എന്ന് പറയുന്നത് ഇത് കാണാനൊരു സംഭവം അങ്ങനെ ഒരു എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഒരിക്കലുമല്ല. ഇത് അത്രയും ഭയങ്കര പാട് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, അത്രയും ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യണം. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റൂല. ഇത് ഉണ്ടാക്കി നല്ല നേക്ക് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണിത്, പഞ്ചാരപ്പാറ്റ. യെസ്, ഇതാണ് പഞ്ചാരപ്പാറ്റ. ഇനി ഇത് ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്. എനിക്കിത് സംഭവം വെച്ചാൽ ഞാൻ ഈ അടുത്താണ്, ഇത് തലശ്ശേരിയുടെ സ്വന്തം കടിയാണെങ്കിലും ഞാൻ ഇപ്പം അടുത്താണ് ഈ സാധനം തിന്നത്. ഇത് പിന്നെ നമ്മുടെ ഒരു പാചകറാണിയുണ്ട്, റഹ്മത്ത ഉണ്ടാക്കി തന്ന സാധനമാണിത്. അപ്പോൾ ഇത് പഞ്ചാരപ്പാറ്റ എന്നതിൻ്റെ പേര്. പക്ഷേ പഞ്ചാരപ്പാറ്റ എന്ന് വെച്ചാൽ ഇത് ഫുള്ളിൽ പഞ്ചാരയൊന്നുമില്ല കേട്ടോ. പഞ്ചാര സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാരപ്പാറ്റ എന്ന് പറഞ്ഞാൽ പഞ്ചാരപ്പാറ്റ, നമ്മൾ പഞ്ചസാരക്കാൾ പഞ്ചാര എന്ന് പറയാം. എങ്ങനെയാണ് ഇതിന് പേര് വന്നത്? പഞ്ചാരപ്പാറ്റ. ഇത് പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് കഷ്ടപ്പാടുണ്ട് തോന്നുന്നു ഉണ്ടാക്കാൻ. ഇത് പെട്ടെന്ന് നമുക്ക് പിന്നെ ഇന്ന് വിചാരിച്ചാലൊന്നും ഇത് ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് പഞ്ചാരപ്പാറ്റ തിന്നണമെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ ഇത് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ്. അത്രയും എന്താ പറയുക, ഒരു നേക്കുണ്ട് ഇത് ഉണ്ടാക്കാനല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും പറ്റൂല. എനിക്ക് തിന്നാൽ മാത്രം നല്ല മുഞ്ചിലറിയും. അപ്പോൾ പിന്നെ അപ്പോൾ ഈ സംഭവം എങ്ങനെ തിന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് പഞ്ചാരപ്പാറ്റ. ശരിക്കും നോക്കിക്കോളി. എൻ്റെ നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു ഇത്? ഓക്കെ. പിന്നെ ഇതിങ്ങനെ മൊത്തത്തിലൊന്നും ഇപ്പം എനിക്ക് ഞാൻ കുഴച്ച് തന്നില്ല. ഇതിങ്ങനെ പീസാക്കിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ കഷ്ണം ഞാൻ ഇപ്പോൾ കുഴക്കാൻ പോകുന്നതാണ്. ഈ സാധനത്തിലാണ് ഈ പഞ്ചാരപ്പാറ്റാന്ന്. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇത് പിന്നെ വേറൊരു സ്പെഷ്യലുണ്ട്. സംബന്ധിച്ചാൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ വാഴ, എൻ്റെ ഉമ്മ എന്താ പറയുക, കുളിച്ചിട്ട് വയലിൽ നിന്ന് കിട്ടിയ നല്ല അടക്കമ്പഴം. ഇത് നമ്മുടെ ഹോം മെയ്ഡ് അടക്കമ്പഴം എന്നെല്ലാം പറയൂലേ, അതേപോലെയുള്ള നല്ല അടക്കമ്പഴം. അപ്പോൾ ഈ അടക്കമ്പഴവും പിന്നെ പഞ്ചസാര മീൻസ് പഞ്ചാര, ഈ പഞ്ചാരയും ഈ അടക്കമ്പഴമാണ് ഇതിൽ വെച്ചിട്ട് കുഴക്കാൻ. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് തിന്നണം. അപ്പോൾ ഞാനിതിങ്ങനെ കുഴക്കാൻ പോകുന്നതാണ്. അടക്കമ്പഴം, അടക്കമ്പഴമാണ്. നല്ല എൻ്റെ ഇഷ്ടപ്പെട്ട ഉമ്മ എന്താ പറയുക, വാഴയൊക്കെ നട്ട് ഉണ്ടായ പിന്നെ പാവ ഉമ്മ ഖത്തറിലുള്ള. അപ്പോൾ ഉമ്മക്ക് ഇത് തിന്നാനുള്ള ഇതില്ല, പക്ഷേ ഞാൻ നമ്മളെ ഇവിടുന്ന് അടിച്ച് വിടുന്നുണ്ട്. നല്ല രസമുണ്ട്. ഒന്നാമത് എൻ്റെ പൊരിക്കത്തെ വായൻ വന്ന് കഴിച്ചതായതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഈ അടക്കമ്പഴവും ഇതും പിന്നെ പഞ്ചസാരയും ഇടാൻ. എന്നിട്ട് നമ്മൾ മറ്റേ മണ്ടയൊക്കെ കൊയ്ക്കില്ല, ഒരു മണ്ട എന്ന് പറയുന്ന സംഭവം അറിയുമോ? എനിക്ക് തോന്നുന്നു ആ ഒരു സംഭവം തോന്നുന്നുണ്ട് ഇത്. എന്നിട്ട് ഇതിങ്ങനെ കുഴച്ച് ഇങ്ങനെ കുറച്ച് എൻ്റെ വിരലിൽ കുറച്ച് ആരോഗ്യം കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുഴച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ എല്ലാം നമ്മൾ ഈ ഓണത്തിന് സദ്യയിൽ ഇങ്ങനെ ഒരു തിന്നലുണ്ടല്ലേ, നമ്മളെ മറ്റേ പപ്പടയിലൊക്കെ വെച്ച് തിന്നുന്ന. പക്ഷെ അതുപോലെ നല്ല ഇത് വേറെ അപാര ടേസ്റ്റാണ്. നല്ല സംഭവം. ഈ റഹ്മത്ത ഉണ്ടാക്കിയത് അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് എന്നൊക്കെ പറയൂലേ, അതുപോലത്തെ പഞ്ചാര പറ്റിയത്. എനിക്കൊന്നും തോന്നുന്നേയില്ല എന്നെ കൊണ്ടല്ലേ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് ഓർഡർ ചെയ്യേണ്ടവർ റഹ്മത്താനെ സമീപിക്കുക. ഞാൻ എന്തായാലും അതിൻ്റെ നമ്പർ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് അഥവാ തിന്നാത്തവരൊക്കെ ഒന്ന് ഇത് ടേസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നല്ലതാണ്. ഇതേപോലെ ഇങ്ങനെ കുഴക്കാം. ഇതേപോലെ ഇങ്ങനെ കുഴച്ച് പോളിയായിട്ട് ഇങ്ങനെ ഇന്നത്തെ എൻ്റെ കടി എങ്ങനെ ഞാനിത് പഞ്ചാരപ്പറ്റ അടക്കം എൻ്റെ പഞ്ചാര എല്ലാം ഇങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് കുഴച്ച് ഞാൻ തിന്നാണ്. അപ്പോൾ ഗായ്സ്, അപ്പോൾ അടുത്ത വിഭവമായിട്ട് വീണ്ടും വരും. ഓക്കെ, ബൈ. പിന്നെ ഗേസ്, ഞാൻ വലത്തെ കൈ കൊണ്ടാണ് തിന്നുന്നത്. പക്ഷെ അത് സെൽഫിയിൽ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട്. പിന്നെ ഞാൻ ഇടത്തെ കൈ കൊണ്ട് ഇതാക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ വലത്തെ കൈ കൊണ്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൂടി പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മറ്റേ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പറഞ്ഞ പോലെ ടാറ്റാ.